നമസ്കാരം പ്രിയമുള്ളവരെ, മുസ്തഫയാണ്, മുസ്തഫ കുന്നത്ത്. മറ്റുള്ളവരുടെ വിശ്വാസത്തെയും ആചാരങ്ങളെയും അസഹിഷ്ണുതയോടെ വീക്ഷിക്കുക എന്നത് ഒരു നല്ല പ്രത്യയശാസ്ത്രവും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത്തരം പ്രവർത്തനങ്ങൾക്ക് വാക്കാലും വരയാലും പ്രചോദനം ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ അയൽപ്പക്കങ്ങളിലോ നമ്മുടെ നാട്ടിലോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കാര്യമായിട്ടൊന്ന് അവരെ ഉപദേശിക്കുകയോ നിലക്ക് നിർത്തുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. മറ്റുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളിലേക്കും സ്വകാര്യതയിലേക്കും കണ്ണും മനസ്സും അർപ്പിച്ച് ജീവിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ വല്ല സ്വസ്ഥതയും നേടാൻ കഴിയുന്നുണ്ടോ? ദൈവപ്രീതിക്കു വേണ്ടി നാം ഭക്ഷിക്കുകയോ ഭക്ഷിക്കാതിരിക്കുകയോ ചെയ്യുന്നതിന്, മറ്റുള്ളവർ ഭക്ഷിക്കുകയോ ഭക്ഷിക്കാതിരിക്കുകയോ ചെയ്യുന്നതിന് ആ ദൈവങ്ങൾക്കില്ലാത്ത അസ്വസ്ഥത എന്തിനാണ് അടിമകളായ ജനങ്ങൾക്കുണ്ടാകുന്നത്? ദൈവങ്ങൾക്ക് അതിൽ വല്ല പ്രശ്നങ്ങളുമുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കാൻ പ്രാപ്തിയുള്ളവരാണ് ദൈവങ്ങൾ എന്ന തിരിച്ചറിവുള്ളവർക്ക് കാര്യം വളരെ പെട്ടെന്ന് മനസ്സിലാവും. അല്ലാത്തവർ രാഷ്ട്രീയക്കാരൻ്റെ ചട്ടുകങ്ങളായി സ്വയം ജീവിതം ഹോമിച്ച് കഴിയുകയാണ്. ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ വല്ല പ്രത്യേകതയും മതസ്ഥനുണ്ടെങ്കിൽ അതിൽ അസ്വസ്ഥതപ്പെടാതെ എൻ്റെ മോക്ഷവും എൻ്റെ സ്വർഗപ്രവേശനവും മറ്റുള്ളവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ ആശ്രയിച്ചല്ല, മറിച്ച് എൻ്റെ കർമ്മങ്ങളെ മാത്രം ആശ്രയിച്ചാണ് അത് സംഭവിക്കുക എന്ന് മനസ്സാ വാചാ കർമ്മണ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുക. ഒരാൾ പന്നിയിറച്ചി തിന്നാൽ എൻ്റെ ശരീരത്തിന് ഒരു ദോഷവും സംഭവിക്കുന്നില്ല. മറ്റൊരാൾ പശുവിറച്ചി തിന്നാലും എൻ്റെ ശരീരത്തിനോ എൻ്റെ ഭക്തിക്കോ ഒരു ദോഷവും ബാധിക്കുന്നില്ല എന്നതും, പശുവിനെയും പന്നിയെയും സംരക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവും പ്രാപ്തിയുമുള്ള ഒരു ദൈവത്തിലാണ് എൻ്റെ വിശ്വാസം എന്നും മനസ്സിലുറപ്പിച്ച് ജീവിച്ചാൽ ജീവിതം മനോഹരമായി ആസ്വദിക്കാം. മറിച്ച് കാതിൽ കേൾക്കുന്നതിനും കണ്ണിൽ കാണുന്നതിനുമെല്ലാം അസ്വസ്ഥത പ്രകടിപ്പിച്ച് ഞരമ്പ് വലിഞ്ഞു മുറുക്കി മാനസിക രോഗിയായി ജീവിക്കാനാണ് തിടുക്കമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ, അവരെ അങ്ങനെ തന്നെ വിട്ടേക്കുക. നന്ദി, നമസ്കാരം.